ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഉച്ചയൂണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉച്ചയൂണ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വിഭവങ്ങളൊക്കെ അങ്ങനത്തെ അല്ല കേട്ടോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു ഉച്ചയൂണാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയാൽ പിന്നെ ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് എന്താ കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിലത്തെ ചോറും കറികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഏട്ടനുള്ള സമയത്ത് മാത്രമാണ് ഞാൻ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടൻ ആണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വരുന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിൽ സാധനങ്ങളും കുറവാണ്, അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അതൊരു വീഡിയോ എടുത്താലോ എന്നും കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ മഴയൊക്കെ ആയി, മഴക്കാല രോഗങ്ങളൊക്കെ ആയി, പനി ചുമ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാം കേട്ടോ. നമ്മളിങ്ങനെ വെള്ളം ബക്കറ്റിൽ ഇങ്ങനെ പിടിച്ച് വെക്കാട്ടോ ചെയ്യുക. പൈപ്പിൽ വെള്ളം വരും, അപ്പോൾ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പിടിച്ച് വെക്കും വെള്ളം. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. ഇനി നമുക്ക് കറിക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ എന്താ ഞാൻ കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ കിഴങ്ങേ ഉള്ളൂ. അപ്പോൾ ഞാൻ കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി പോലെ തന്നെ ചിക്കനില്ല, പക്ഷേ ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. കിഴങ്ങൊക്കെ ഇതേ മുള വന്നു തുടങ്ങി. ഞാനിങ്ങനെ കിഴങ്ങ് മുള വന്നാൽ കുറച്ചൊക്കെ ഇങ്ങനെ നട്ട് നോക്കും കേട്ടോ. ഒരു പ്രാവശ്യത്തിൽ നന്നായിട്ട് ഇങ്ങനെ കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രാവശ്യം നാശമായിപ്പോയി. എനിക്കിഷ്ടമാണ് കേട്ടോ കിഴങ്ങ് കറി. ഏട്ടനും ഇഷ്ടമാണ്. ഏട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, എന്ത് വെച്ച് കൊടുത്താലും ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല. ചിലരില്ല ഇങ്ങനെ എനിക്ക് ആ കറി പറ്റില്ല, ഈ കറി പറ്റില്ല, അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. എന്ത് വെച്ച് കൊടുത്താലും ഏട്ടന് കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ സ്ഥലത്തും മഴയൊക്കെ ഉണ്ടോ? നമുക്കിത് ഇന്ന് രാവിലെ നല്ല മഴയും ഒരു മൂടിക്കെട്ടിലൊക്കെ ആയിരുന്നേ. ഇപ്പം ആ വെയിൽ വരുന്നുണ്ട്. ഇനി വെയിൽ വരും തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ അങ്ങനെയാണ്. രാവിലെ മഴയും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വെയിൽ വരും. പിന്നെ ഭയങ്കര വെയിലായിരിക്കും. നമ്മളാണെങ്കിൽ മഴ വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ വന്നാൽ മതി, വെയിൽ വന്നാലേക്കും മഴ വന്നാൽ മതി. നമുക്ക് മഴയും വെയിലും ഒന്നും പറ്റില്ല. അപ്പോൾ അതേ കറിക്ക് അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം അരി ആക്കിയിട്ടെ. നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാറാണ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് റൈസ് കുക്കറിലേക്ക് വെക്കട്ടെ കേട്ടോ. ഹായ് പറ, ഹായ് പറ. അപ്പോൾ ഇതാ നമ്മുടെ ആദിക്കുട്ടന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദിക്കുട്ടൻ വന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മളെ കൂടെ ആദിക്കുട്ടൻ ഉണ്ട് കേട്ടോ. ഒരു കൊടുത്ത് നമുക്ക് കറിയൊക്കെ മാമ വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ ടാറ്റാ പറ, കറി വെക്കാൻ പറ. നമ്മളെ കിഴങ്ങ് കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? വെച്ചില്ലേ? അങ്ങോട്ട് പറ പറ. ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി വെക്കാം. കറി വെക്കുന്നതിന് മുന്നേ നമുക്ക് കറിവേപ്പിലില്ല. അപ്പോൾ കറിവേപ്പില നമുക്ക് അടുത്ത വീട്ടിൽ ചേച്ചിയെടുത്ത് പോയിട്ട് വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കറിവേപ്പില വാങ്ങിയിട്ട് വരാം. കറിവേപ്പില കിട്ടിയില്ലേ? കിട്ടിയില്ലേ? പഴമൊക്കെ കിട്ടിയില്ലേ? പഴം കാണിച്ചു കൊടുക്ക്, പഴം കാണിച്ചു കൊടുക്ക്. പഴം എവിടെ? പഴം എവിടെ? ഓ, ആദ്യം കൂട്ടം പഴം തിരണ തിരക്കാം കേട്ടോ. കറിവേപ്പില നമുക്ക് കിട്ടാനേ ഇല്ല. നമ്മളെ പറമ്പിൽ കുറേ കറിവേപ്പില ഉണ്ടായിരുന്നേ. ഒക്കെ മരം ഉണ്ടായിരുന്നു. ആ മരം അങ്ങോട്ട് നാശമായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കറിവേപ്പിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിൽ നിന്ന് വാങ്ങാൻ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് ചേച്ചി നമുക്ക് തരും കേട്ടോ പറിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ അത് ആദ്യക്കൂട്ടം നേരം വാഴ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് വാഴ സിനിമ കേട്ടോ. അപ്പോൾ അവനങ്ങനെ കണ്ടിരുന്നോളും. അപ്പോൾ അവനോട് ഇരിക്കുന്ന നേരം നമുക്ക് കറി വെക്കാം കേട്ടോ.
ചോറും കറിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടനും പണി കയറി വന്നിട്ടുണ്ടായിരുന്നേ. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഏട്ടൻ പോകും. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടേ. അങ്ങനെ ഫുഡൊക്കെ ആയി. ഞാൻ ഫുഡൊക്കെ എടുത്ത് ഏട്ടന് ആദ്യം കൊടുത്തു. പിന്നെ ആദ്യക്കുട്ടനുണ്ടായിരുന്നു. അപ്പോൾ അവന് കൊടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും നീതു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീതു അവന് ഫുഡ് വാരി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അവൾ കഴിച്ചിട്ടാണ് വന്നത്. നീതു ഉണ്ടായിരുന്നു, കുഞ്ഞുചേട്ടൻ ഉണ്ടായിരുന്നു, കണ്ണനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അവരോട് കഴിക്കാൻ പറഞ്ഞു, പക്ഷേ അവർക്ക് ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.